ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയാണ്. അതിനു വേണ്ടി ഒരു 5 മുട്ട ഞാൻ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തോടൊക്കെ എളുപ്പമൊന്ന് പൊളിച്ചെടുക്കാനാണ്. അതിനു വേണ്ടി ഒരു 2 സവോള, 3 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ ചേർത്തിട്ടാണ് ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. 2 കഷ്ണം പട്ട, 3 കരയാമ്പൂ, 2 ഏലക്ക, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വാടി വരുന്നത് വരെ വഴറ്റാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് നന്നായി വാടി വരട്ടെ. എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒരു 30 സെക്കൻഡ് അതിലിട്ട് വഴറ്റണം. ഇനി അതിലേക്ക് ആ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ അത് വെന്ത് കിട്ടും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. ഈ തേങ്ങയിൽ ചേർത്തത് മാത്രമേ ഉള്ളൂ. തേങ്ങ അതിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകാനാണ്. നന്നായിട്ട് വഴറ്റിയില്ലെങ്കിൽ ഒരു പച്ചച്ചുവ വരും. അതുകൊണ്ടാണ് ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റണമെന്ന് പറയുന്നത്. അടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കുക. അതും ഒന്ന് അതിലിട്ട് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചുവ വരും. അതിനുശേഷം തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്. ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇപ്പം ഞാൻ 2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം. ഇപ്പോൾ ഒരു 3-3.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ ഞാൻ കത്തിയും കൊണ്ട് വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അത് ഈ കറി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയൊക്കെ വരഞ്ഞതാണ്. എല്ലാ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരുമ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റിയതാണ് കാണുന്നത്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. താങ്ക് യു.